വെറും നരിയല്ല, പുലിമടയിൽ ഉറങ്ങുന്ന നരി. പകയും വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നരി എന്ന നരേന്ദ്രൻ. ശിവദാസ് മരണത്തോടടുത്തതാണ്. അപ്പോഴാണ് ആ ഭഗവാൻ. ഭഗവാനോ? അതെ, ഭഗവാൻ എന്നാ പേര് പറഞ്ഞത്. അവൻ ഞങ്ങളെ... വേണ്ട. ഭഗവാൻ ആരാണവൻ? അവൻ ഈ നരി അറിയില്ല. അവൻ ഭഗവാനാണെങ്കിലേ ഞാൻ അസുരനാ, അസുര ജന്മം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ വന്നത്. അവന്റെ കയ്യിൽ മുളകുപൊടി ഉണ്ടായിരുന്നു. അതെടുത്ത് നമ്മളെ മുഖത്തെറിഞ്ഞു. അതുകൊണ്ട് അവന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റി. നമ്മുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഈ നരിയെ കെണി വെക്കാൻ തിരിച്ചവൻ ആരായാലും അവൻ ചില്ലറക്കാരനല്ല. ഭഗവാൻ. ഒരു പൂന്തോട്ടം പോലെ ആയിട്ടുണ്ടിത്. നട്ട് നനച്ച് വേലി കെട്ടി സൂക്ഷിച്ചതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് തിരിച്ച് പൂക്കൾ വിരിയിച്ച് ഒരു ചെരി സമ്മാനിക്കാനേ ഈ പാവങ്ങൾക്കറിയൂ. ചതിക്കാനറിയില്ല. ആവർത്തനങ്ങളാണ് ഓരോ പൂക്കാലവും. വിടരുന്നു, വാടുന്നു, വീഴുന്നു. ഇതിനിടയിൽ ചില പതിരും പിടിച്ചു വരും. ഒരു ഗുണവുമില്ലാത്ത പാഴ്ചെടികൾ. ആ പതിരുകളെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തെടുത്ത് പറിച്ചെറിയണം. ഞാൻ ഉദ്ദേശിച്ചതേ ചിന്നുവിന്റെ കാര്യോ. അവളൊരു പാഴ്ചെടിയാ. അവളെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന തീരുമാനം പാഴ്ചെടികൾക്ക് വളവും വെള്ളവും കൊടുക്കുന്നത് പോലെ മണ്ടത്തരവാ. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇത് തീരുമാനിച്ചതേ ജയരാമനാ. ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അല്ലാതെ നീയല്ല. ആരാർക്ക് താലി കെട്ടി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. വേലക്കാരിയെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാ. താലി കെട്ടിയവന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവളാണ് ഭാര്യ. അത് ഭർത്താവിന് തെറ്റുപറ്റുമ്പോഴല്ലേ? ഈ കാര്യത്തില് എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. എന്നാൽ വേലക്കാരി പെണ്ണിനെ പഠിപ്പിക്കുന്നതില് എനിക്ക് ഒരു താല്പര്യമില്ല. ഭാര്യയുടെ താല്പര്യം കാക്കേണ്ട ആളാണ് ഭർത്താവ്. ഇനി അതിനും ന്യായമുണ്ടോ? ഉണ്ട്. രമാദേവിയുടെ ഭർത്താവായ ഞാൻ പലവട്ടം ഭാര്യയായ രമാദേവിയോട് നരേന്ദ്രനുമായിട്ടുള്ള ബിസിനസ് പാർട്ണർഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ വെല്ലുവിളിച്ച് ആ നെറികെട്ടവനോടൊപ്പം ബിസിനസ് ഡീലിന് ഇറങ്ങിയോളാ നീ. അവൻ ചതിയനാ. ആദ്യം നീ ചെന്ന് അവനുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഡീലും അവസാനിപ്പിച്ചിട്ട് വാ. എന്നിട്ട് ഈ കാര്യം ആലോചിക്കാം. അവളെ പഠിപ്പിക്കണമെന്നത് ജയേട്ടന്റെ ആഗ്രഹമാണോ അതോ പ്രിയപ്പെട്ട മറ്റാരുടെയെങ്കിലും ആഗ്രഹമാണോ? മൊട്ടിട്ടിട്ടും പൂക്കാതെ പോകുന്ന ചില ചെടികളും കൂട്ടത്തിലുണ്ടല്ലോ. തെക്ക് ദേശത്തു നിന്നൊരു ശത്രു അവരുടെ തേരിൽ പുറപ്പെട്ടു കഴിഞ്ഞു. ആത്മാക്കളുടെ ശാപം ജീവനാപത്താണ്. എന്താ കുഞ്ഞോളെ, നീ വല്ല മഹാകാവ്യം എഴുതാൻ പോവുകയാണോ? അല്ല, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു കൊടുത്തോണ്ട് ചോദിച്ചു പോയതാ. അല്ലെങ്കിലും ഒരു മഹാകാവ്യമൊക്കെ എഴുതേണ്ട കഥയുണ്ടല്ലോ ജീവിതത്തില്. അല്ല, ഈ മാംസപിണ്ഡങ്ങളൊക്കെ കഷ്ണങ്ങളാക്കി ഭരണിയിൽ അടച്ചു വെച്ച കഥ മഹാഭാരതത്തിലാണോ രാമായണത്തിലാണോ? കുഞ്ഞോളെ, നീ ഈ ടിവിയിലേക്ക് ഒരു പരസ്യം കേട്ടിട്ടില്ലേ? ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലേക്ക് കാണിക്കുന്ന പരസ്യം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്. അതെ,
ശ്വാസകോശം മാത്രമല്ല, നമ്മുടെ മനസ്സും സ്പോഞ്ച് പോലെയാണ്. അതായത് കുഞ്ഞോളെ, ഈ സ്പോഞ്ച് എവിടെ മുക്കുന്നുവോ അതിന്റെ ഗുണം കിട്ടും. അതുപോലെ തന്നെ മനസ്സും. അത് നിരാശയിലാണ് മുങ്ങുന്നെങ്കിൽ നിരാശ തന്നെയാണ് ഫലം. ഭദ്രേട്ടാ, ആ ജോത്സ്യൻ അന്ന് നമ്മളോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ അണയാതെ കിടക്കുന്ന കനലായി എന്നെ അത് പൊള്ളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ദോഷങ്ങൾ മാറാനുള്ള പൂജകൾ ചെയ്യണം. അത് ചെയ്യാം. സമയദോഷത്തിന് പരിഹാരക്രിയകളൊക്കെ ഉണ്ടല്ലോ. ശാസ്ത്രവിധി പ്രകാരം അതൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാം. പക്ഷെ കുഞ്ഞോടെ, ഒരു പെണ്ണ് ഗൃഹപ്രവേശനം നടത്തി വന്നതിൻ്റെതാണ് ദോഷമെങ്കിൽ അതിന്റെ പരിഹാരം പൂജകളിലല്ല. പിന്നെ ആ ശകുനിപ്പിഴ പിടിച്ച ജന്മത്തെ കാട്ടിയിറക്കി നല്ല ചാണകവെള്ളം തളിക്കണം. ഭദ്രേട്ട, അതേ കുഞ്ഞോളെ, ആ ഐശ്വര്യവിലത്തെ ലക്ഷ്മിയെ അടിച്ചിറക്കി ആ സ്ഥാനത്ത് രേവതി നക്ഷത്രത്തിൽ പിറന്ന ഐശ്വര്യമുള്ള എന്റെ മോളെ മരുമകളായി കൊണ്ടുവരണം. അതോടെ എല്ലാ ദോഷങ്ങളും വഴിമാറിപ്പിക്കുള്ളൂ. അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാം. എന്തു പറഞ്ഞാലും വഴിയെ ആലോചിക്കാം. ഏതാ വഴി? അതൊക്കെ പറയാം. ഇപ്പൊ എന്നെ അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞാ ശിവദാസൻ ഹോസ്പിറ്റലിൽ നിന്ന് വിടും. പിന്നെ ജയിലിലാവൻ. ശിവദാസൻ ജയിലിടിഞ്ഞാൽ പോലും പുറത്തേക്ക് വരരുതെന്നാണ് ഭദ്രന്റെ ആഗ്രഹം.